പാമ്പ് കടിയേറ്റാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ആന്റി സ്നേക്ക് വെനം ASV ലഭ്യമായ ആശുപത്രിയിലേക്ക് ഉടനെ തന്നെ രോഗിയെ എത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്ന്, കടിച്ച പേടി അകറ്റാൻ നമ്മൾ മാക്സിമം മെന്റൽ സപ്പോർട്ട് കൊടുക്കുക. കാരണം ഈ പേടി ഹൃദയമിടിപ്പ് കൂട്ടുകയും വിഷം വേഗം ശരീരത്തിൽ വ്യാപിക്കാനും കാരണമാകും. വിഷം ശരീരത്തിൽ പോവാതിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ ബ്ലേഡ് വെച്ചിട്ട് അവിടെ കടിച്ചെടുത്ത് മുറിവുണ്ടാക്കുക, അതുപോലെ ബാൻഡേജ് മുറുക്കി കെട്ടുക, ഇത്തരം കാര്യങ്ങളും ചെയ്യാനേ പാടില്ല. ഏറ്റവും പ്രധാനം മുറിവേറ്റ ഭാഗം നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതായത് കടിയേറ്റ ഭാഗം അനയ്ക്കാതെ വെക്കുക. അതിനു വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഈ സ്പ്ലിന്റ് യൂസ് ചെയ്യാം. സ്പ്ലിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കടിയേറ്റ കൈക്കോ കാലിനോ ഒക്കെ ഇരുവശത്തായിട്ട് ഉറപ്പുള്ള വടിയോ തടി കഷ്ണോ സ്കെയിലോ വെക്കുക. ഈ വടികൾ തുണിയോ ബാൻഡേജോ വെച്ച് കെട്ടുക. പക്ഷെ ഒരിക്കലും ഈ കെട്ട് മുറുകി പോകരുത്. കാരണം വടിക്കും ശരീരത്തിനും ഇടയിൽ വിരലുകൾ കയറാനുള്ള ഒരു അയവെങ്കിലും ഉണ്ടാകും. കൈക്കോ കാലിനോ ആണ് കടിയേറ്റതെങ്കിൽ എപ്പോഴും ഹൃദയത്തിന്റെ തൊട്ട് താഴെ ഈ മുറിവ് വെക്കുക. ചിലർ പറയും കാല് കുറച്ച് ഉയർത്തി വെക്കുക. ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. എപ്പോഴും ഹൃദയത്തിന്റെ താഴെ വേണം നമ്മുടെ മുറിവ് ഇരിക്കാൻ. ഇത് വിഷം പടരുന്നത് കുറയ്ക്കാൻ നമ്മളെ ഒരു വിധത്തിൽ സഹായിക്കും. ഇത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാൻ മറക്കരുത്. താങ്ക് യു.